وآل كل وصحبه أجمعين. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وسيدنا وحبيبنا محمد صلى الله عليه وسلم: من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة. صدق رسول الله صلى الله عليه وسلم. إني أتيت لبابكم ومقبل عتابكم مسترشد ومؤمل فمن أبيدكم وأنت مجمل ما خاب من طلبوك كنت رحيما. صلوا عليه وسلموا تسليما. تجري الدموع على الحبيب ببابه أنت المسدد حاله لصوابه. كنت الشفيع له بحشرنا به يا رحمة للعالمين عميما. صلوا عليه وسلموا تسليما. يا أكرم الكرماء على أعتابكم عمر فقير مرتجي لجنابكم يرجو العطاء على البكاء ببابكم والدمع من عينيه سال سجيما. صلوا عليه وسلموا تسليما. ما جف دم سال من عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما. صلوا عليه وسلموا تسليما. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, മൻസൂർ സഖാഫത്തി സുന്നിയ അൽ ഇസ്ലാമിയ സ്ഥാപനത്തിൻ്റെ പ്രവർത്തകരെ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ സുഹൃത്തുക്കളെ, അല്ലാഹു നമ്മുടെ ഈ സംരംഭം, ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗമായി അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുന്നു. ആമീൻ. മഹാനായ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ അള്ളാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ലോകത്തെമ്പാടുമുള്ള 140 കോടിയിലധികം വരുന്ന മുസൽമാന്റെ ഹൃദയമാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ കിരീടം വെക്കാത്ത നിശ്ചയ നേതാവ് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിന് ഏറ്റവും പറ്റിയ, ഏറ്റവും ഫിറ്റായ സമയവും സന്ദർഭമാണ് ഇത്. അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. നമ്മളൊക്കെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം നടത്താനും മൗലീദ് കഴിക്കാനൊക്കെ തീരുമാനിക്കുമ്പോൾ എല്ലാ കൊല്ലവും ഇബ്ലീസ് ഇറങ്ങാറുണ്ട്. ഇബ്ലീസ് ഇറങ്ങിയിട്ടുണ്ട്. നബിദിനാഘോഷം അനിസ്ലാമികം എന്ന് പറഞ്ഞ് അത് തെളിവില്ലെന്നും ബിദ്അത്താണെന്നും അത് ശാപ്പാട്ടുരാമന്മാരുടെ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലഘുലേഖ ഈ പ്രാവശ്യവും
അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരീകരിക്കപ്പെട്ട ഒരു വിഭാഗം പുറത്തിറക്കിയിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഷർറിൽ നിന്ന് നമ്മയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കണം. ആമീൻ. ഇത് ഒരു വലിയ വിഷയമാണ്. ഹുബ്ബുർ റസൂൽ പ്രസംഗം നടത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇതിന് മറുപടി പറയാൻ ഒരുപാട് സമയം പിടിക്കും. അതിന് 1-2 മണിക്കൂറോ മതിയാവില്ല ഈ നോട്ടീസിന് മറുപടി പറയാം. അത് കിതാബൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എനിക്കും സമയമില്ല, നിങ്ങൾക്ക് ഇരിക്കാനും സമയമില്ല. അപ്പോൾ മറ്റേതെങ്കിലും സമയത്ത് ഇൻഷാ അള്ളാഹ് സൗകര്യപ്പെടുമെങ്കിൽ പറയാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽ ഹാവി ഫത്താവ ഇമാം സുയൂത്തി തങ്ങളുടെ ഹാവിയിലുള്ള ഉദ്ധരണി അതിൽ കൊടുത്തിട്ടാണ് കള്ളത്തരം പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഹാവി എൻ്റെ കൈവശത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം ഫാഖിഹാനി റളിയല്ലാഹു അൻഹുവിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ആ ലഘുലേഖയിൽ ധാരാളം എഴുതിയിട്ടുണ്ട്. അതൊക്കെ അടിസ്ഥാനരഹിതമാണ്, കിതാബ് തിരിയാത്ത അന്തംഗമ്യകളിൽ എഴുതിയ വാക്കുകളാണ് എന്ന് സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനായ റബീഉൽ അവ്വൽ മാസം, ആ റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട്, പുകഴ്ത്തിക്കൊണ്ട്, ആദരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട് മൗലിദ് സദസ്സ് സംഘടിപ്പിക്കുന്നതും ബുർദ മജ്ലിസ് സംഘടിപ്പിക്കുന്നതും പ്രസംഗ പരിപാടി സംഘടിപ്പിക്കുന്നതും മറ്റ് നല്ല ഖൈറായ ഏത് വിഷയവും സംഘടിപ്പിക്കുന്നത് സുന്നത്തും അള്ളാഹുവിന്റെ റസൂല് കാര്യവുമാണ് എന്നതിൽ മൂക്ക് താഴോട്ടുള്ള ഒരു പണ്ഡിതനും അഭിപ്രായ വ്യത്യാസം ഇല്ല. 4 മദ്ഹബിന്റെ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഈ ലഘുലേഖയിലുള്ളത്. അത് പറ്റില്ല എന്ന് ഒരു മദ്ഹബിന്റെ ഇമാമും പറഞ്ഞിട്ടില്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഈ 4 മദ്ഹബിന്റെ ഇമാമുകൾ ഏതെങ്കിലും ഒരു കിതാബിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശംസ, നബിയുടെ ബഹുമാനം, നബിയുടെ ആദരവ് അത് പ്രസംഗത്തിലൂടെയോ പാട്ടിലൂടെയോ അല്ലാത്ത മാർഗത്തിലൂടെയോ ഉണ്ടാക്കുന്നതും പ്രചരിപ്പിക്കുന്നതും അനിസ്ലാമികമാണ് എന്ന് ഒരു വെളുത്ത കടലാസിലും കറുത്ത മഷി കൊണ്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. സൂറത്ത് യൂനുസിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 57-ാമത്തെ ആയത്താണ് എന്ന് ഞാൻ ഓർക്കുന്നു. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് കൽപ്പന. അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും നബിയെ നിങ്ങൾ പറയുക. അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുക. ആ അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടും സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സ്, നിങ്ങൾ സംഗമിക്കുന്ന സദസ്സ് ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അത് നിങ്ങൾ സംഘടിപ്പിക്കുന്ന സദസ്സിൽ വെച്ച് ഏറ്റവും ഉത്തമവും ഉദാത്തവുമായ സദസ്സാണ് എന്ന് അസന്നിഗ്ധമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഒരുപാട് വിശദീകരണം പറയേണ്ടതുണ്ട്, പക്ഷെ അതിന് സമയമില്ല. അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനാണെന്ന് മുഫസ്സിറുകൾ എഴുതിയിട്ടുണ്ട്. വബി റഹ്മത്തിഹി, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും അറിയാം. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഓതിയത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാവർക്കും, അത് മനുഷ്യരാകട്ടെ, ജിന്നാകട്ടെ, പക്ഷികളാകട്ടെ, മൃഗങ്ങളാകട്ടെ, ഏതുമാകട്ടെ, എല്ലാത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ടുണ്ട്.
അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് തന്നെയാണ്. ഇവിടെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറഞ്ഞത് കാണും, യുഖ്ബിറു തആല അന്നഹു ജഅല മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തൻ ലിൽ ആലമീന ഐ അർസലഹു റഹ്മത്തൻ ലഹും ജമീഅൻ فمن قبل هذه الرحمة وشكر هذه النعمة سعيد في الدنيا والآخرة ومن جحدها خسر في الدنيا والآخرة എന്ന് ഇബ്നു കസീർ ഈ ആയത്ത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അല്ലാഹു തആല പറയുന്നത്? അന്നഹു ജഅല മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്കിയിരിക്കുന്നു റഹ്മത്തൻ ലിൽ ആലമീന, ലോകത്തുള്ള എല്ലാവർക്കും റഹ്മത്തായി നിയോഗിച്ചിരിക്കുന്നു. ഐ അർസലഹു റഹ്മത്തൻ ലഹും ജമീഅൻ, എല്ലാവർക്കും കരുണയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു അയച്ചിട്ടുണ്ട്. ഫമൻ ഖബല ഹാദിഹി റഹ്മ, ഐ അല്ലാഹുവിന്റെ റസൂലിനെ എല്ലാവർക്കും അനുഗ്രഹമായി അയക്കപ്പെട്ടു എന്ന ആ റഹ്മത്ത് ആരെങ്കിലും സ്വീകരിച്ചു, വശകറ ഹാദിഹി നിഅമ, ഈ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിയതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പ്രകാശം നമുക്ക് ലഭിക്കുകയും ആ നബിയുടെ ഒരു അനുയായിയാവുകയും നബി പ്രചരിപ്പിച്ച ഇസ്ലാമിൽ ഒരു മെമ്പർഷിപ്പ് എടുത്ത് നബിക്ക് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചതിൽ ആരെങ്കിലും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുവെങ്കിൽ സഈദ ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും അവൻ വിജയിച്ചു, ആഖിറത്തിലും അവൻ വിജയിച്ചു. അല്ലാഹു നമ്മെ അക്കൂട്ടത്തിൽ പെടുത്തട്ടെ. ആമീൻ. വമൻ ജഹദഹ, ലോകത്തുള്ള എല്ലാവർക്കും കരുണയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു നിയോഗിച്ചു, അല്ലാഹു അയച്ചു. അതാരെങ്കിലും നിഷേധിച്ചാൽ, ആരെങ്കിലും അത് അവഗണിച്ചാൽ, ആരെങ്കിലും അത് ദുർവ്യാഖ്യാനം ചെയ്താൽ ഖസിറ ഫിദ്ദാറൈനി, ദുനിയാവിലും ആഖിറത്തിലും അവൻ പരാജയപ്പെട്ടു. ദുനിയാവിലും അവൻ പരാജയപ്പെട്ടു, ആഖിറത്തിലും അവൻ പരാജയപ്പെട്ടു. അല്ലാഹു ആ കൂട്ടരിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. അപ്പോൾ ലോകത്തുള്ള എല്ലാവർക്കും അനുഗ്രഹമായി അയക്കപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം സ്വന്തത്തെക്കാളും നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ ഉസ്താദുമാരെക്കാളും നമ്മുടെ ഭാര്യമാരെക്കാളും നമ്മുടെ സന്താനങ്ങളെക്കാളും നമ്മുടെ ഭവനത്തെക്കാളും നമ്മുടെ കച്ചവടത്തെക്കാളും എല്ലാത്തിനേക്കാളും നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം എന്ന് അല്ലാഹു തആല സൂറത്തു തൗബ ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹു വിശദീകരിച്ചു, വിശദമായി പറയാൻ സമയമില്ല. നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ പീടികയിലെ കടയിലെ സാധനങ്ങൾ, വസ്തുക്കൾ, അതുപോലെ നിങ്ങൾ താമസിക്കുന്ന ഭവനങ്ങൾ, ഇതൊക്കെയും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് സ്നേഹമായി വരുന്നുവെങ്കിൽ വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഇതാണ് നിങ്ങൾക്ക് ഖൈറായി തോന്നുന്നതെങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ തീരുമാനം വരുന്നത് കാത്തിരുന്ന് കാണുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നത്. ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണമെന്ത് എന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു, പക്ഷേ ഹിജ്റ പോകാൻ ഞങ്ങളില്ല, ഞങ്ങൾ പാലായനത്തിനില്ല, മക്ക വിട്ടു പോകാനില്ല, മദീനയിലേക്ക് ഞങ്ങളില്ല, തായിഫിലേക്ക് ഞങ്ങളില്ല. തായിഫിലേക്ക് ഞങ്ങൾ പോയാൽ ഞങ്ങളുടെ ഭാര്യമാര് ഒറ്റപ്പെട്ടു പോകും, വീട് ചെതൽ പിടിച്ചു പോകും, അതുപോലെ കച്ചവട വസ്തുക്കൾ പൂത്തുപോകും.
ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജിഹാദിന് പോകാതെ അല്ലെങ്കിൽ ഹിജ്റ പോകാതെ പിന്തിരിഞ്ഞു നിന്നവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യമാരും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ കച്ചവടവും നിങ്ങളുടെ താമസിക്കുന്ന വീടുമൊക്കെ നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ കൂടുതൽ സ്നേഹമാണോ, റസൂലിനേക്കാൾ കൂടുതൽ സ്നേഹമാണോ? എങ്കിൽ നിങ്ങളുടെ വിശ്വാസം പരിപൂർണമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തുറന്നടിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്വന്തം ശരീരത്തേക്കാൾ സ്നേഹം ഉണ്ടായാലേ നമ്മുടെ വിശ്വാസം പരിപൂർണ്ണമാകുള്ളൂ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എന്റെ മാതാപിതാക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ജവാബൊന്നും വന്നില്ല. നബിയെ, എന്റെ ഭാര്യയേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ജവാബൊന്നും വന്നില്ല. നബിയെ, എന്റെ മക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ജവാബൊന്നും കിട്ടിയില്ല. നബിയെ, എന്റെ വീടിനേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ജവാബ് വന്നില്ല. നബി, എന്റെ സമ്പത്തിനേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. മറുപടി വന്നില്ല. ഇനി ഞാൻ എന്താ പറയേണ്ടത്? ഉമർ ബിൻ ഖത്താബ് ചിന്തിച്ചു, ഇനി എന്താ ഞാൻ പറയേണ്ടത്? അവസാനം ഉമർ ബിൻ ഖത്താബ് പറഞ്ഞു, എന്റെ സ്വന്തം ശരീരത്തെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. സ്വന്തം ശരീരത്തെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഉമറേ, ഇപ്പോഴാണ് നിന്റെ വിശ്വാസം പൂർണ്ണമായത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ നാം സ്നേഹിക്കണം. നാം ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഇന്നി ഉഹിബ്ബുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയൽ സുന്നത്താണെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു മുസ്ലിമിൽ പറഞ്ഞത് കാണാം. എന്ന് വിചാരിച്ചിട്ട് വീഡിയോയിൽ ഏതെങ്കിലും പെണ്ണ് വരുമ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുങ്ങണ്ട. ആത്മാർത്ഥമായി സ്നേഹമാണെങ്കിൽ, ആത്മാർത്ഥമായി ഹൃദയാന്തരത്തിൽ നിന്നുള്ള സ്നേഹമാണെങ്കിൽ, ആ സ്നേഹം മറ്റുള്ള ആളോട്, ഉസ്താദെ, ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു, തങ്ങളെ ഞാൻ നിങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു എന്ന് പറയൽ സുന്നത്താണ്. അതാണ് ഇമാം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. പക്ഷേ മൂപ്പർ ആദ്യം സ്വന്തം നഫ്സിനേക്കാൾ നബിയെ സ്നേഹിക്കണമെന്ന് പറയാതെ മറ്റു പലതും പറഞ്ഞു നോക്കി. പക്ഷേ റസൂലുള്ളാഹിന്റെ ഭാഗത്ത് നിന്ന് മറുപടി ഒന്നും വരാതെ വന്നപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്ക് ഒന്നും പറയാൻ ഇതേ ഉള്ളൂ. എന്റെ സ്വന്തം ശരീരത്തെക്കാൾ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജിഹിം ഉമ്മഹാതുഹും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിശദീകരിക്കുന്നത് കാണാം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കാര്യം ഞാൻ തീരുമാനിക്കുന്നതിൽ കൂടുതൽ അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനിക്കാം. അതിന് ഉത്തരവാദിത്തമുള്ള ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കാര്യം, എന്റെ കാര്യം തീരുമാനിക്കാൻ ഞാനല്ലേ, അത് റസൂലുള്ളാഹിനോട് പറയാൻ പറ്റൂല, എന്നോട് പറയാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂലിനോട് അങ്ങനെ പറയാൻ പറ്റൂല. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തം ശരീരത്തെക്കാൾ ബന്ധപ്പെട്ട ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ചരിത്രം പറയുന്നില്ല. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ഒരു സംഭവം എടുത്തു ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഒരാൾ വന്നു, നബി, എനിക്ക് വല്ലതും തരണം. നബി തങ്ങൾ ചോദിച്ചു, നിനക്ക് വല്ലതും തരണം എന്ന് ചോദിക്കുമ്പോ നിന്റെ വീട്ടിലൊന്നുമില്ലേ? അയാൾ പറഞ്ഞു, നബി, എന്റെ വീട്ടിൽ ഒരളക്കുന്ന സാധനം ഉണ്ട്, നിങ്ങൾ എന്താ പറയാൻ എനിക്കറിയാല, പറയാന്നോ സേറ് എന്നെന്തോ ആയിക്കോട്ടെ. അതുപോലെ പുതക്കുന്ന ഒരു പുതപ്പുണ്ട്, ഒരളവ് പാത്രവും ഒരു വിരിപ്പും ഉണ്ട്. ഇതല്ലാതെ എന്റെ വീട്ടിലൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാ പിന്നെ നീ അത് എടുത്തോണ്ടാ. അത് എടുത്തുകൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ രണ്ട് സാധനവും വാങ്ങുക? ഇത് ലേലം ചെയ്യാൻ പോവുക. ഈ അളവ് പാത്രവും അതുപോലെ തന്നെ ഈ വിരിപ്പും ആരാണ് വാങ്ങുക എന്ന് ചോദിച്ചു. മൈ യശ്തരി മിന്നി, ആരാണ് എന്നിൽ നിന്ന് വാങ്ങുന്നത്? ഒരാൾ പറഞ്ഞു, നബിയെ, ഞാൻ അത് 1 ദിർഹമിന് വാങ്ങിക്കോളാം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, മൈ യസീദു അലാ ദാലിക്, ഒന്നിന് കൊടുക്കൂല. നമ്മൾ ലേലം വിളിക്കുമ്പോ 10 രൂപ എന്ന് പറഞ്ഞാല് അതിന് കൊടുക്കൂല, ആരാ കൂട്ടി പറയാന്ന് ചോദിക്കൂലേ? ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ശറഹ് മുസ്ലിമിൽ പറഞ്ഞു, ഇത് ലേലം ചെയ്യുന്നതിന് തെളിവാണ് ഈ ഹദീസ്. തെളിവില്ലാത്ത ഒരു വിഷയം നമ്മൾ എത്തില്ല, ലേലത്തിനും തെളിവ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണ് അതിനേക്കാൾ കൂടുതൽ തരിക? 1 റിയാലിന് ഞാൻ കൊടുക്കൂല.
അപ്പൊ ഒരാൾ പറഞ്ഞു, നബിയെ ഞാൻ 2 ദിർഹമിന് അത് വാങ്ങിക്കോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ദിർഹമിന് അയാൾക്ക് അത് കൊടുത്തു. ഇയാളോട് ചോദിച്ചിട്ടില്ലേ? പുരക്കാരനോട് ചോദിച്ചിട്ടില്ല, ഉടമസ്ഥനോട് ചോദിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുത്തു, റസൂലുള്ളാഹി വിറ്റു. അതാണ് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അയാളുടെ സാധനം വിൽക്കാനുള്ള അവകാശം അല്ലാഹുവിന്റെ റസൂലിനുണ്ട്. വിശുദ്ധ ഖുർആനാണ് അത് പറയുന്നത്. അയാളോട് ചോദിച്ചില്ല. നബി തങ്ങൾ 2 ദിർഹമിന് അത് കൊടുത്തു. കൊടുത്തിട്ട് നബി തങ്ങൾ പറഞ്ഞു, 1 ദിർഹം ഇതുകൊണ്ട് നിന്റെ വീട്ടിലുള്ള ഭാര്യയ്ക്കും കുടുംബത്തിനും നീ ഭക്ഷണമായി കൊടുക്കുക. 2ാമത്തെ ദിർഹം കൊണ്ട് നീ ടൗണിൽ അങ്ങാടിയിൽ പോയിട്ട് കോടാലി വാങ്ങിക്കൊണ്ടില്ല. കോടാലി എന്ന് പറഞ്ഞ ഒരു നാട്, തൃശ്ശൂർ ജില്ലയിൽ കോടാലി പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞാൻ അവിടെ വാതിൽ പോയിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. അതല്ല പറഞ്ഞത്, ആ സ്ഥലം വാങ്ങിക്കൊണ്ടതാണല്ല 1 ദിർഹം കൊടുത്തിട്ട്, മറിച്ച് വിറക് കൊത്തിണ മരം മുറിക്കുന്ന സാധനങ്ങൾ, എന്താ പറയാ, മഴുന്നോ കോടാലിന്നോ ഒന്നും ആയിക്കോട്ടെ, അതാണ് ഉദ്ദേശിക്കുന്നത്. നീ ഒരു കോടാലി വാങ്ങിക്കൊണ്ട. അങ്ങനെ അദ്ദേഹം കടയിൽ പോയി ഒരു കോടാലി വാങ്ങിക്കൊണ്ടുവന്നു. കോടാലി വാങ്ങിക്കൊണ്ടുവന്നാൽ കോടാലി കൊണ്ട് സ്വന്തം ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനെന്ത് വേണം? താഴെ ഇടണം, പിടിയിട്ട് കൊടുത്തെങ്കിലേ അതുകൊണ്ട് വിറക് കീറാൻ പറ്റുള്ളൂ. മരം മുറിക്കണമെങ്കിൽ അതിന് പിടിയിട്ട് കൊടുക്കണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. അദ്ദേഹം കടയിൽ പോയി ഒരു കോടാലി വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഒരു മരത്തിന്റെ കഷ്ണം എടുത്ത് ഉഴിഞ്ഞ് റെഡിയാക്കി താഴിട്ട് കൊടുത്തു. ഇന്നൽ ഫഖീഹ ഹുവൽ ഫഖീഹു ബിഫിഅലിഹി ലൈസൽ ഫഖീഹു ബിനുത്ഖിഹി വമഖാലിഹി وقد الرئيس هو الرئيس بخلقه ليس الرئيس بقومه ورجاله. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രവർത്തനം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ഇന്നൽ ഫഖീഹ ഹുവൽ ഫഖീഹു ബിഫിഅലിഹി. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് പണ്ഡിതൻ. ലൈസൽ ഫഖീഹു ബിനുത്ഖിഹി വമഖാലിഹി. മൈക്കിന്റെ മുമ്പിൽ നിന്നാൽ 2, 3, 5 മണിക്കൂർ നല്ല അടിപൊളി പ്രസംഗം നടത്തുന്ന ആളല്ല പണ്ഡിതൻ. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുകയും ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഒരു പ്രവർത്തകനായി അവരുടെ കൂടെ കൂടുകയും ചെയ്യും. ഇതാണ് പണ്ഡിതൻ. വഖദർ റഈസു ഹുവർ റഈസു ബിഖുൽഖിഹി ലൈസ റഈസു ബിഖൗമിഹി വരിജാലിഹി. നേതാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബിഖുൽഖിഹി, നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് നേതാവ്. നല്ല സ്വഭാവത്തിന്റെ ആളാണ്. ഏത് സമയത്ത് വിളിച്ചാലും പ്രശ്നമല്ല. നമ്മൾ പറയും 12 മണിക്ക് ശേഷം വിളിക്കരുത്, ശല്യപ്പെടുത്തരുത്. അല്ലെങ്കിൽ പ്രസിഡന്റ് ആയാൽ പറയും രാത്രി 10 മണിക്ക് ശേഷം വാതിൽ കൊട്ടാൻ വരരുത്, എനിക്ക് ഉറക്കൊഴിക്കാൻ പറ്റൂല, പ്രയാസമാണ്. അതുകൊണ്ട് അവനെ വിളിക്കുന്നതിന് സമയമില്ല, പരാതി പറയുന്നതിന് സമയമില്ല. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് പാതിരക്ക് പോകാം, ഉച്ച സമയത്ത് പോകാം, ഉറങ്ങുന്ന സമയത്ത് പോകാം, ഏത് സമയത്തും പോയി പരാതി പറയാം. അല്ലാഹുവിന്റെ റസൂലിന് വിഷമമില്ല. അതാണ് നേതാവിന്റെ സ്വഭാവം. നേതാവാണെങ്കിൽ നല്ല സ്വഭാവത്തിന്റെ ആളാകണം. ലൈസർ റഈസു ബിഖൗമിഹി വരിജാലിഹി. എന്റെ പേക്കിൽ ധാരാളം ഗുണ്ടകളുണ്ട്, ഒരുപാട് അനുയായികളുണ്ട്. പൊളിക്കടാന്ന് പറയുമ്പോൾ പൊളിക്കും, അടിക്കടാന്ന് പറയുമ്പോൾ അടിക്കും, ഇരിക്കടാ എന്ന് പറയുമ്പോൾ ഇരിക്കും. ഇങ്ങനെ തന്റെ പേക്കിലുള്ള അനുയായികളെ കൊണ്ട് തോന്നിവാസം ചെയ്യിപ്പിക്കുന്ന ആളല്ല നേതാവ്. മറിച്ച് നല്ല സ്വഭാവത്തിന്റെ ആളാണ് നേതാവ് എന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞു വന്നത്, എന്റെ സ്വന്തം കാര്യം തീരുമാനിക്കാൻ, നിങ്ങളുടെ സ്വന്തം കാര്യം തീരുമാനിക്കാൻ എന്നേക്കാൾ കൂടുതൽ, നിങ്ങളെക്കാൾ കൂടുതൽ ഉത്തരവാദപ്പെട്ട ആള് ദുനിയാവിൽ ആരാണെന്ന് ചോദിച്ചാൽ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളെയല്ലേ നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരേണ്ടത്. അതേ 1000 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന മദീന മുനവ്വറ അത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വരട്ടെ, നമ്മുടെ കൽബിലേക്ക് വരട്ടെ. ആ പച്ചക്കുപ്പ നമ്മുടെ കൽബിലേക്ക് വരട്ടെ. فروضتك الحسنى منايا وبغيتي وفيها شفاء قلبي وروحي وراحتي فإن بعدت عني وشتى مزارها وتمثالها عندي بأحسن صورتي. മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ എടുത്ത് ഉദ്ധരിച്ചത് കാണാം. നബിയെ അങ്ങ് വിശ്രമിക്കുന്ന റൗള ശരീഫ് മുനായാ വബിഗിയതി അത് എന്റെ പ്രതീക്ഷയാണ് നബിയേ, എന്റെ ആഗ്രഹമാണ് നബിയേ. ഫിഹാ ശിഫാ ഖൽബി വറൂഹി വറാഹതി എന്റെ ശരീരത്തിലേക്ക് ശമനം വരുന്നത്, എന്റെ രോഗത്തിന് ആശ്വാസം വരുന്നത്, എന്റെ ജീവിതത്തിന് സന്തോഷം വരുന്നത്, എന്റെ പ്രവർത്തനത്തിന് ആനന്ദം കിട്ടുന്നത് ആ റൗള ശരീഫിന്റെ ഫോട്ടോ കാണുമ്പോഴാണ് നബിയേ. فإن بعدت عني وشتى مزارها അങ്ങ് താമസിക്കുന്ന റൗള ശരീഫ് അതിന്റെ മുകളിലുള്ള പച്ചക്കുപ്പ ഞാനും നിങ്ങളുമായി 1000 ചില്ലറ കിലോമീറ്റർ ദൂരെയാണെങ്കിലും ആ റൗള ശരീഫിന്റെ ഫോട്ടോ എന്റെ വീട്ടിലെ മൗലൂദ് കിതാബിലുണ്ട് നബിയേ, എന്റെ ചുമരിൽ തൂക്കിയിട്ട കലണ്ടറിലുണ്ട് നബിയേ, എന്റെ വീട്ടിലെ ചുമരുങ്ങളൊക്കെ ആ പച്ചക്കുപ്പയുണ്ട് നബിയേ. ഞാനത് കണ്ട് സന്തോഷിക്കുന്നു നബിയേ, ആഹ്ലാദിക്കുന്നു നബിയേ. എന്റെ എല്ലാ പ്രയാസത്തിനും ആ പച്ചക്കുപ്പ കാണുമ്പോൾ പരിഹാരം ലഭിക്കുന്നു നബിയേ. ഇത് നമ്മുടെ മുൻഗാമികൾ അങ്ങേയറ്റത്തെ മഹബത്ത് വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് 500ഓളം കിതാബ് സമൂഹത്തിന് എഴുതി തന്നിട്ടില്ലേ? ആ മഹാനായ ഇമാം സുയൂത്തി തങ്ങളെ രേഖപ്പെടുത്തുന്നത് കാണാം. നമ്മുടെ മുൻ കഴിഞ്ഞു പോയ മഹാരഥന്മാർ റൗള ശരീഫിന്റെ ഫോട്ടോ അവർ കയ്യിൽ അങ്ങ് വരക്കുന്നു, പെന്നുകൊണ്ട് കടലാസിൽ വരക്കുന്നു, എന്നിട്ട് ആ കടലാസ് ചുംബിക്കുന്നു. റൗള ശരീഫിന്റെ ഫോട്ടോ കയ്യിൽ വരച്ചിട്ട് കൈ അവർ ചുംബിക്കുന്നു. അതല്ലേ സ്നേഹം, അതല്ലേ മഹബത്ത്. ആ മഹബത്തല്ലേ നമുക്ക് വേണ്ടത്, ഹബീബിനോടുള്ള മഹബത്ത് അങ്ങനെയല്ലേ നമുക്ക് വേണ്ടത്. ആ ഒരു മഹബത്തിലേക്ക് അല്ലാഹു നമ്മെ എത്തിക്കുമാറാകട്ടെ. അതിനാകട്ടെ എന്റെ പ്രസംഗം, അതിനാകട്ടെ നിങ്ങളുടെ ഇരിക്കലും. ഞാനൊരു സംഭവം പറയട്ടെ. ഇപ്പൊ ഇവിടെ നിങ്ങള് ബുർദവൈത്ത് ചൊല്ലിയല്ലോ, ഖസീദത്തു ബുർദാവ് ചൊല്ലിയല്ലോ. ആരാണത് രചിച്ചത്? മഹാനായ മുഹമ്മദുൽ ബുർസൂനി റഹിമഹുല്ലാഹ് ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിന് വാതരോഗം പിടിപെട്ടപ്പോൾ ഡോക്ടർമാര് മുഴുവനും പറഞ്ഞു, നിങ്ങൾ ഇനി ജീവിക്കുമെന്ന് പ്രതീക്ഷയില്ല, ജീവിക്കുമെന്ന് പ്രതീക്ഷയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല എന്ന് മരണത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ മഹാനായ ഇമാം ബുസൂരി റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ച ബുർദ കേൾക്കാത്തവരുണ്ടോ? ബുർദ പാടാത്തവരുണ്ടോ? നമ്മുടെ വീട്ടിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉസ്താദുമാര് നിർദ്ദേശിച്ചിട്ട് നാം ബുർദവൈത്ത പാടിയിട്ടുണ്ട്, അത് പാടിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഇഷ്കല്ലേ അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം നിയ്യത്ത് ചെയ്തു, എന്റെ വാതരോഗം എങ്ങാനും ശിഫയായി കിട്ടിയാൽ ഞാൻ എന്റെ ഹബീബിന്റെ പേരിൽ ഒരു
പിന്നെ കാവ്യമുണ്ടാക്കും, ഒരു കീർത്തന പദ്യമുണ്ടാക്കുമെന്ന് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു നേർച്ചയാക്കുന്നു. അദ്ദേഹം അതാ അമിൻ തസക്കുരി ജിറാനിൻ ബിദി സലമി മസജ്തദം മൻജറാ മിൻ മുഖലത്തിൻ ബിദമി എന്ന് തുടങ്ങുന്ന ഖസീദത്ത് ബുർദാഇന് തുടക്കം കുറിക്കുന്നു. കുറെ അങ്ങോട്ട് രചിച്ചെത്തിയപ്പോൾ എന്റെ ഹബീബിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എന്താണ് എന്റെ ഹബീബ് ചെയ്യുന്നതെന്നറിയോ? ഞാൻ വിശ്രമിക്കുന്ന വീട്ടിലേക്ക് എന്റെ ഹബീബ് വന്നു. ആ ഹബീബിന്റെ കൈവശം ഒരു പുതപ്പുണ്ട്, ഒരു ഷാളുണ്ട്. അങ്ങനെ വാതരോഗം പിടിപെട്ട് പ്രയാസപ്പെട്ട് ഞാൻ ഇങ്ങനെ കിടക്കുന്ന റൂമിലേക്ക് കയറി വന്നിട്ട് ഹബീബിന്റെ കൈവശമുള്ള ബുർദ, ആ പുതപ്പ് എന്റെ കാലിനങ്ങോട്ട് ഇട്ടപ്പോൾ എന്റെ രോഗത്തിന് ശമനം വന്നു, എന്റെ പ്രയാസങ്ങൾ തീർന്നു കിട്ടി, എന്റെ സങ്കടങ്ങൾ പമ്പ കടന്നു എന്ന് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുമ്പോൾ ആ മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് അബുൽ അബ്ബാസ് അൽ മർസി അൽ ഇസ്കന്ദരി റഹിമഹുല്ലാഹ്. വലിയ മഹാനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിയ സൂഫിയാണ്, വലിയ കറാമത്തിന്റെ ഉടമയാണ്. അദ്ദേഹം ഒരു ദിവസം ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് വേണ്ടി വന്നപ്പോൾ സാധാരണ വലിയ വലിയ ഉസ്താദമാര് വരുമ്പോൾ മിനിഞ്ഞാന്ന് പൊന്മൾ ഉസ്താദ് വന്നപ്പോ അദ്ദേഹത്തിന്റെ കൈ പിടിക്കാൻ വേണ്ടി നിങ്ങൾ ക്യൂ നിന്നില്ലേ, നിങ്ങൾ തിരക്ക് കൂട്ടിയില്ലേ മുസാഫാത്തിന് വേണ്ടി? അത് സുന്നത്താണല്ലോ. നേതാക്കൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കലും അവരുടെ കൈ പിടിച്ച് ചുംബിക്കലും സുന്നത്താണ്. ഇമാം അബുൽ അബ്ബാസുൽ മർസി തങ്ങൾ പ്രസംഗത്തിന് വേണ്ടി വന്നപ്പോൾ ആ മഹാനായ പണ്ഡിതന്റെ കൈയൊന്ന് പിടിക്കാൻ, കൈ പിടിച്ചു ചുംബിക്കാൻ ആഗ്രഹമുള്ള ഒരു സുഹൃത്ത് സ്റ്റേജിലേക്ക് കയറി വരുമ്പോൾ മഹാനായ അബുൽ അബ്ബാസ് തങ്ങളോട് പറയുന്നത്, സാഫിനി ബികഫിക ഹാദിഹി, ഉസ്താദേ നിങ്ങളുടെ കൈയൊന്ന് എനിക്ക് നീട്ടിത്തരൂ, ഞാനതൊന്ന് പിടിച്ച് ചുംബിക്കട്ടെ. നിങ്ങൾ വലിയ മഹാനാണ്, നിങ്ങൾ വലിയാണ്, വലിയ സൂഫിയാണ്, അതുകൊണ്ട് നിങ്ങളുടെ കൈയൊന്ന് പിടിച്ച് ഞാൻ ചുംബിക്കട്ടെ. സാബീനി എനിക്കൊന്ന് കൈ നീട്ടിത്തരൂ ഉസ്താദേ എന്ന് പറയുമ്പോൾ മഹാനായ അബുൽ അബ്ബാസുൽ മർസി അൽ ഇസ്കന്ദരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, മാ സാഫഹതു ബികഫിഹി ഹാദിഹി ഇല്ലാ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സാഫഹതു ബികഫിഹി ഹാദിഹി ഇല്ലാ റസൂലല്ലാഹി ما صافحت بكفي هذه إلا رسول الله صلى الله عليه وسلم. മോനെ ഞാൻ എന്റെ ഈ കൈ അല്ലാഹുവിന്റെ റസൂലിനല്ലാതെ നീട്ടിക്കൊടുത്തിട്ടില്ല, മറ്റൊരാൾക്കും ഞാൻ എന്റെ കൈ നീട്ടിക്കൊടുത്തിട്ടില്ല മോനെ എന്ന് മഹാനായ അബുൽ അബ്ബാസുൽ മർസി തങ്ങൾ പറഞ്ഞെങ്കിൽ അതാണ് അവരുമായി നബി തങ്ങൾക്കുള്ള ബന്ധം. നബി തങ്ങളോട് അവർക്കുള്ള ബന്ധം അങ്ങനെയാണ്. ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മൂന്ന് പ്രാവശ്യമോ അല്ല, ധാരാളം പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ മഹാനായ അബുൽ അബ്ബാസുൽ മർസി തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ചുംബിച്ചു എന്ന് മഹാരഥന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തുമ്പോൾ അതിനുള്ള സന്ദർഭമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഹബീബിനെ കാണാനുള്ള ചാൻസ് ലഭിച്ചിട്ടില്ല, കണ്ടവരെ കാണാനും ചാൻസ് ലഭിച്ചിട്ടില്ല, കണ്ടവരെ കാണാനും ചാൻസ് ലഭിച്ചിട്ടില്ല. ആഖിർ സമാനിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
നമുക്ക് മടങ്ങാം, ഹബീബിലേക്ക് മടങ്ങാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മടങ്ങാം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ നമുക്ക് എല്ലാ വെളിച്ചവും കാണിച്ചു തന്നത്, നമുക്ക് എല്ലാ സമാധാനവും ഉണ്ടാക്കി തന്നത്, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ റിസാലയുടെ മുഖദ്ദമയിൽ എഴുതി വെച്ചത് കാണാം, വമൻ അൻഅമ അലൈഹി മിൻ ഖൽഖിഹി ഫലം തുംസി ബിനാ നിഅമത്തുൽ ലഹറത് വലാ ബതലത് ഇല്ലാ ബിഹാ ഹല്ലം ഫീ ദീനിൻ വദുനിയാ ഔ ദുഫിയ ബിഹാ അന്നാ മക്റൂഹും ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹാ. സൃഷ്ടികളിൽ വെച്ച് ആർക്ക് ഏത് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടോ, ഏത് സന്തോഷം ലഭിച്ചിട്ടുണ്ടോ, ഏത് സമാധാനം ലഭിച്ചിട്ടുണ്ടോ, ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹാ. ആ അനുഗ്രഹത്തിന് കാരണക്കാരൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹും ഫീഹിമാ, ദുനിയാവിലുള്ള ദീനിലുള്ള ഏതൊക്കെ വിപത്തുകൾ വെറുക്കപ്പെടുന്ന വിഷയങ്ങൾ നമ്മളെ തൊട്ട് തട്ടിപ്പോയിട്ടുണ്ടോ, ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹാ. അതിന്റെ കാരണക്കാരൻ ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി ഇല്ലെങ്കിൽ ലോകമില്ലല്ലോ, നബി ഇല്ലെങ്കിൽ ആദം നബി ഇല്ലല്ലോ, നബി ഇല്ലെങ്കിൽ നൂഹ് ഇല്ലല്ലോ, നബി ഇല്ലെങ്കിൽ ഇബ്രാഹിം നബി ഇല്ലല്ലോ, നബി ഇല്ലെങ്കിൽ മൂസ നബി ഇല്ലല്ലോ, നബി ഇല്ലെങ്കിൽ ഈസ നബി ഇല്ലല്ലോ, നബി ഇല്ലെങ്കിൽ നിസ്കാരമില്ലല്ലോ, നബി ഇല്ലെങ്കിൽ ഹറാം അറിയില്ലല്ലോ, നബി ഇല്ലെങ്കിൽ ഹലാൽ അറിയില്ലല്ലോ, നബി ഇല്ലെങ്കിൽ സത്യവും അസത്യവും അറിയില്ലല്ലോ. നബിയൻ ഹുദാ ലൗലാക ലം നഅരിഫിൽ ഹുദാ വലൗലാക ലം നഅരിഫ് ഹറാമൻ വലാ ഹില്ലാ ولولاك لا والله ما كان تائم ولا يخلق الرحمن جزءا ولا كلا. നബിയെ അങ്ങില്ലായിരുന്നുവെങ്കിൽ ലം നഅരിഫിൽ ഹുദാ, ഞങ്ങൾക്ക് സന്മാർഗ്ഗം അറിയൂല നബിയേ. വലൗലാക അങ്ങില്ലായിരുന്നുവെങ്കിൽ ലം നഅരിഫു ഹറാമൻ വലാ ഹില്ലാ, ഹറാമും ഹലാലും ഞങ്ങൾക്ക് അറിയൂല നബിയേ. വലൗലാക ലാ വല്ലാഹി മാ കാന ഖായിമു, അങ്ങില്ലായിരുന്നുവെങ്കിൽ ഒരാളും നിസ്കരിക്കൂല നബിയേ, സുജൂദ് ചെയ്യൂല നബിയേ. വലാ യഖ്ലുഖിർ റഹ്മാനു ജുസ്അൻ വലാ കുല്ലാ, ഈ ലോകത്ത് ഭാഗികമായ ഒരു വസ്തുവോ അല്ലെങ്കിൽ മുഴുവനായ ഒരു വസ്തുവോ അല്ലാഹു സൃഷ്ടിക്കുകയില്ല. അങ്ങില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തൊന്നും സംഭവിക്കുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തുമ്പോൾ, എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. അതിനെന്തേ പരിഹാരം? ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ എടുത്ത് ഉദ്ധരിക്കുന്നത് കാണാം. ഫഇന്ന ഹിസ്സൻ ഫമദ്ഹുക ലീ സൂനി വഇൻ അഖനത് ഫഹംദുക ലീ റജഈ. നബിയെ, എന്റെ ജീവിതത്തിൽ എനിക്ക് ടെൻഷൻ വരുമ്പോൾ, എനിക്ക് പ്രയാസം വരുമ്പോൾ, എനിക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ, ഫമദ്ഹുക ലീ സുറൂരി, അങ്ങയുടെ മദ്ഹ് അങ്ങ് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്, അങ്ങയുടെ മദ്ഹ് പറഞ്ഞാൽ എനിക്ക് സമാധാനമാണ്. വഇൻ അഖ്നത്, എനിക്ക് വല്ല നിരാശയും വരുമ്പോൾ, ഫഹംദുക ലീ റജഈ,
അങ്ങയെ സ്തുതിക്കുമ്പോൾ, അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എനിക്ക് എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടുമെന്ന് എന്റെ നിരാശ പമ്പ കടക്കും നബിയേ. പറഞ്ഞത് ഞാനല്ലല്ലോ. ലക്ഷക്കണക്കിന് ഹദീസ് കാണാതെ പഠിച്ച ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹുൽ ബുഖാരിക്ക് ശറഹ് എഴുതിയ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ ഞാൻ ഈ ചൊല്ലിയ പദ്യം എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമുക്ക് മടങ്ങാം, അല്ലാഹുവിലേക്ക് മടങ്ങാം, ഹബീബിലേക്ക് മടങ്ങാം. സലാസും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ആരെങ്കിലും 3 കാര്യമുണ്ടെങ്കിൽ അവൻ ഈമാനിനെ എത്തിച്ചിരിക്കുന്നു, വിശ്വാസത്തെ എത്തിച്ചിരിക്കുന്നു. അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും അവന്റെ റസൂലും അവനിലേക്ക് പ്രിയങ്കരനാകലാണ്. എല്ലാത്തിനേക്കാളും, ഞാൻ നേരത്തെ പറഞ്ഞ സന്താനത്തെക്കാളും, ഭാര്യമാരെക്കാളും, മാതാപിതാക്കളെക്കാളും, കച്ചവടത്തെക്കാളും, കൃഷിയെക്കാളും, സമ്പത്തിനേക്കാളും, എല്ലാത്തിനേക്കാളും അല്ലാഹുവും അവന്റെ റസൂലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പ്രിയങ്കരനായി വന്നാൽ അവന് വിശ്വാസമുണ്ട് എന്ന് ഉറപ്പിക്കാം. അതില്ലാതെ വന്നാലോ അവന് വിശ്വാസമില്ല, അവന് ഈമാനില്ല. അല്ലാഹു ഈമാനില്ലാതെ ചത്തുപോകുന്ന ഒരു വിഭാഗമുണ്ട്. യൂലദു മുസ്ലിമൻ വയമൂതു കാഫിറാ എന്ന് നബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മുസ്ലിമായിട്ടാണ് ജനിച്ചത്, അവർ മരിക്കുന്നതോ കാഫിറായിട്ടാണ്. നഊദു ബില്ലാഹ്, പടച്ചോന് കാക്കട്ടെ. അതാണ് ഈ ലഘുലേഖയുടെ ആസാമികൾ. ഒരുപക്ഷെ ഇവർ ജനിച്ചത് മുസ്ലിമായിട്ടാകാം, അവരുടെ ആഖിബത്ത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റഹ്മത്തുൽ ലിൽ ആലമീനായി അല്ലാഹു അയച്ചത്. ഫമൻ ജഹദഹാ, ആ നബിയെ നിഷേധിച്ചാൽ, നബിയെ അവഗണിച്ചാൽ, നബിയെ കുറ്റം പറഞ്ഞാൽ, ജനമധ്യക്കൾക്ക് താറടിച്ചാൽ, കവല പ്രസംഗം നടത്തിയാൽ, CD ഇറക്കിയാൽ, പുസ്തകം ഇറക്കിയാൽ, ലഘുലേഖ ഇറക്കിയാൽ, ഖാസിറ ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും അവൻ പരാജയപ്പെട്ടു, ആഖിറത്തിലും അവൻ പരാജയപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു കസീർ രേഖപ്പെടുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചതിന്റെ പേരിൽ, ബഹുമാനിച്ചതിന്റെ പേരിൽ നമ്മൾ ഒരു മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിക്കുകയോ, അല്ലെങ്കിൽ ഒരു ഘോഷയാത്ര നടത്തുകയോ, അല്ലെങ്കിൽ മറ്റു വല്ല നല്ല പരിപാടികൾ സംഘടിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അത് നബി ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് തെറ്റല്ലേ പ്രിയപ്പെട്ടവരെ? ഞാൻ പ്രസംഗിക്കുന്ന ഈ മൈക്കില് അല്ലാഹുവിന്റെ റസൂൽ പ്രസംഗിച്ചിട്ടില്ല. ഇതുപോലെയുള്ള AC റസൂലുള്ളാഹിന്റെ കാലത്തില്ല, ഇതുപോലത്തെ ട്യൂബ് റസൂലുള്ളാഹിന്റെ കാലത്തില്ല. എത്രത്തോളം നിങ്ങൾ അൽ-കഹ്ഫ് സൂറത്ത് ഓതിയില്ലേ, പരിശുദ്ധ ഖുർആൻ ഓതിയില്ലേ? 2 ചട്ടക്കുള്ളിൽ ക്രോഡീകരിച്ച പരിശുദ്ധ ഖുർആൻ അത് റസൂലുള്ളാഹിന്റെ കാലത്തില്ലല്ലോ. അതുകൊണ്ട് ഖുർആൻ എടുത്തോതൽ ബിദ്അത്താണോ? ഒന്ന് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചുകൂടെ ചെറുപ്പക്കാരാ? നിങ്ങൾ ടൊയോട്ട കാറിൽ സഞ്ചരിക്കുന്നില്ലേ, ഇന്നോവയിൽ സഞ്ചരിക്കുന്നില്ലേ, ടാറ്റോസുമയിൽ സഞ്ചരിക്കുന്നില്ലേ, അംബാസഡറിൽ സഞ്ചരിക്കുന്നില്ലേ? റസൂലുള്ളാഹിന്റെ വാഹനമില്ല. റസൂലുള്ള ഉപയോഗിച്ചത് ഒട്ടകത്തെയാണ്, കുതിരയാണ്, കഴുതയാണ്. കാറില്ലല്ലോ, ബസ്സില്ലല്ലോ, ലോറിയില്ലല്ലോ, ഓട്ടോറിക്ഷയില്ലല്ലോ. പിന്നെ പുതുതായതല്ലേ. അതുകൊണ്ട് നബിയുടെ കാലത്ത് ഇല്ലാത്ത വാഹനത്തിൽ കയറാൻ പാടില്ല. അത് ബിദ്അത്താണ് പറയുന്നത്. മൂക്ക് താഴോട്ടുള്ളവന് പറയാൻ പറ്റിയ വർത്തമാനമാണോ?
സയഖൂലൂന്റെ ഫായിലുകളുണ്ട്, അവരത് പറഞ്ഞേക്കാം. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നബി തങ്ങൾ ചെയ്തത് ചെയ്യാൻ നമുക്ക് പറ്റില്ല, നബി ചെയ്യാത്തതിന്റെ പേരിൽ ചെയ്തുകൂടാ എന്ന് പറയുന്നതും തെറ്റാണ്. നബി തങ്ങൾ ഒരുപാട് ഭാര്യമാരെ കല്യാണം കഴിച്ചിട്ടുണ്ട്, നമുക്ക് 4 കെട്ടാൻ പറ്റുള്ളൂ. നബി തങ്ങൾ 9 അതിന്റെ അപ്പുറത്തോ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കും കെട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വിധി പറയും, പറ്റൂല. 4 ഭാര്യക്ക് അപ്പുറം നിനക്ക് പറ്റൂല, എന്റെ നേതാവ് കഴിച്ചതാ എന്ന് പറഞ്ഞാൽ പറ്റൂല. നമുക്കൊരു വരമ്പുണ്ട്, നിയമമുണ്ട്. ആ നിയമത്തിന്റെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അതുകൊണ്ട് നബിതങ്ങൾ ചെയ്തത് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. നബിതങ്ങൾ ചെയ്യാത്തതിന്റെ പേരിൽ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നോമ്പിന് റമദാനിൽ തറാവീഹ് 20 റക്അത്ത് ജമാഅത്തായി ഇവിടെ നിസ്കരിച്ചിട്ടില്ലേ? നബിതങ്ങളുടെ കാലത്ത് ഒരു ഇമാമിന്റെ കീഴിൽ മദീനത്തെ പള്ളിയിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചത് രേഖയില്ലല്ലോ. രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് തറാവീഹ് 20 റക്അത്ത് മദീന പള്ളിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയുന്നത് തെറ്റാണോ പ്രിയപ്പെട്ടവരെ? അത് ശരിയല്ല എന്ന് പറയുന്നത് മുസ്ലിം ലോകത്തിന് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഒന്നുകൂടെ പറയട്ടെ, നമ്മൾ ഇന്ന് ജുമാക്ക് പോയപ്പോൾ ഖതീബ് മിമ്പറിൽ കയറിയപ്പോൾ മുഅദ്ദിൻ ഒരു വാങ്ങ് വിളിച്ചില്ലേ? അത് ജുമുഅയുടെ 2ാമത്തെ വാങ്ങാണ്. നബി തങ്ങളുടെ കാലത്തില്ല, സിദ്ദീഖ് തങ്ങളുടെ കാലത്തില്ല, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലത്തില്ല, 3ാമത്തെ ഖലീഫ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ കാലത്താണ് 2ാമത്തെ വാങ്ങ് നിയമത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് പറ്റൂല, നബിയാത്തത് കൊണ്ട് പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും അത് പറ്റുകയില്ല. സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു, എന്ത് കാണിച്ചു തന്നോ? അസ്ഹാബി കന്നുജൂം, അവരൊക്കെയും നക്ഷത്ര തുല്യരാണ്. ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അവരിൽ നിന്ന് നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗത്തിന്റെ വഴിയിലെത്തിച്ചേരുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് നബിയെ തള്ളാനോ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ആക്ഷേപിക്കാനോ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കുറ്റം പറയാനോ വിശ്വാസമുള്ള ഒരാൾക്കും കഴിയുകയില്ലല്ലോ. അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ ഒന്നും കൂടെ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിദിനം അത് ആഘോഷിക്കുന്നത് തെറ്റ് എന്നാണ് പറയുന്നെങ്കിൽ നിങ്ങൾ നോക്കി, ഇത് മഹാനായ ഇമാം സുയൂത്തി തങ്ങളുടെ അൽ ഹാവിയാണ്. ഇതിലെ ചില ഉദ്ധരണികൾ ഈ ലഘുലേഖയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്, പലതും കട്ടുവെച്ചിട്ടുണ്ട്. അത് വിശദീകരിക്കാൻ എനിക്കിപ്പോ സമയം ഇല്ല. മഹാനായ ഇമാം സുബുക്കി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നത് എന്താണ്? ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് അൻ അനസിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ അൻ നസ്രിഹി ബഅദ അൻ-നബുവ മാ അന്നഹു ഖദ് വറദ അന്ന ജദ്ദഹു അബ്ദുൽ മുത്തലിബ് അഖ അൻഹു ഫീ സാബിഇ വിലാദതിഹി വൽ അഖീഖതു ലാ തുആദു മറത്തുൻ സാനിയത്തുൻ ഫയജ്വലു ذلك على أن الذي فعله النبي صلى الله عليه وسلم إظهار للشكر على إيجاد الله إياه رحمة للعالمين وتشريع لأمته. എന്താണ് ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞത്? നിങ്ങളൊക്കെ മങ്കൂസ് മൗലൂദ് ഓതാറില്ലേ? അതിലെ 4ാമത്തെ ഹദീസ് എന്താണ്? ഖാല ഇബ്നു ഇസ്ഹാഖ് എന്ന് പറഞ്ഞിട്ട് ലമ്മാ കാനൽ യൗമു സാബിഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിച്ചിട്ടുള്ള 7ാമത്തെ ദിവസമായപ്പോൾ സബാനു ജദ്ദുഹു അബ്ദുൽ മുത്തലിബ്, നബിയുടെ വല്ലിപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അഖീഖ അറുത്തു. അത് നമ്മളൊക്കെ മങ്കൂസ് മൗലൂദിൽ ഓതുന്നതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അത് മങ്കൂസ് മൗലൂദല്ലേ? മങ്കൂസ് മൗലൂദിൽ സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു ആ സംഭവം രേഖപ്പെടുത്തിയത് മുഴുവനും വലിയ വലിയ കിതാബുകളിൽ ഷോർട്ടായിട്ട് എഴുതിയതാണ്. അതുകൊണ്ട് മങ്കൂസ് മൗലൂദിലുള്ളത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത് നിരർത്ഥകമാണ്.
അങ്ങനെ അബ്ദുൽ മുത്തലിബ് എല്ലാരെയും വിളിച്ചു. അവർക്ക് അവരെ ബഹുമാനിച്ചു, സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു, നിന്റെ കുട്ടിക്ക് എന്താ പേര് വെച്ചത്? ഞാൻ പേര് വെച്ചത് മുഹമ്മദ് എന്നാണ്. നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരൊക്കെ ഉപേക്ഷിച്ചിട്ട് പുതിയ ഒരു പേര് വെക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് പറയുന്നത്, ലോകത്തുള്ള എല്ലാവരും പ്രശംസിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് എന്ന് പേര് വെച്ചിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിച്ചിട്ടുള്ള 7ാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് ആളുകളെ വിളിക്കുകയും അവർക്ക് സദ്യ കൊടുക്കുകയും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് മുഹമ്മദ് എന്ന് പേര് വെച്ചത് നമ്മൾ മങ്കൂസ് മൗലൂദിൽ വായിച്ചതാണ്. ഇവിടെ അക്കീക്കയും അറുത്തിട്ടുണ്ട്. അക്കീക്ക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലേ അത് ചെയ്യാൻ പറ്റുള്ളൂ, രണ്ടാമത് ചെയ്യൽ സുന്നത്തില്ല. ഒരിക്കലേ അക്കീക്ക അറുക്കാൻ പറ്റുകയുള്ളൂ. അത് 7ാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് അറുത്തു എന്ന് രേഖയിൽ വന്നിരിക്കെ ഇവിടെ എന്താണ് പറയുന്നത്? നബി തങ്ങൾ അക്ക അൻഹു ഫീ സാബി വിനാദതിഹി, നബിയെ തൊട്ട് അക്ക അൻഹു ബാദൻ നബുവ, നബുവത്തിന് ശേഷം നബി തങ്ങൾ അക്കീക്ക അറുത്തു. മാ അൻഹു ഖദ് വറദന ജദ്ദഹു അബ്ദുൽ മുത്തലിബ് അക്ക അൻഹു ഫീ സാബി വിനാദതിഹി, നബിയുടെ 7ാമത്തെ ദിവസം അക്കീക്ക അബ്ദുൽ മുത്തലിബ് അറുത്തു എന്ന് രേഖയിൽ വന്നിരിക്കെ നബുവത്ത് കിട്ടിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ അക്കീക്ക അറുത്തു? വൽ അഖീഖത്തു ലാ തുആദു മറത്തുൻ സാനിയത്തുൻ, രണ്ടാമതൊരു പ്രാവശ്യം മടക്കി ചെയ്യൽ സുന്നത്തുള്ളതല്ല അക്കീക്ക അറുക്കൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് സുന്നത്തില്ലാത്ത ഒരു കാര്യം നബുവത്തിന് ശേഷം വീണ്ടും ആവർത്തിച്ചത് എന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഹാവിയിൽ രേഖപ്പെടുത്തുന്നു. അലാ അന്നല്ലദീ ഫഅലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സുന്നത്തില്ലാത്ത അക്കീക്ക വീണ്ടും നബി തങ്ങൾ ചെയ്തത് ഇൽഹാറുൽ ലിശുക്രി അലാ ഈജാദില്ലാഹി ഇയാഹു റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാവർക്കും അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചതിന് നന്ദി രേഖപ്പെടുത്താനാണ് അല്ലാഹുവിന്റെ റസൂൽ ആവർത്തിച്ചിട്ടുള്ളത്. വതശ്രീ അലി ഉമ്മത്തിഹി, അവിടുത്തെ സമൂഹത്തിന് അത് ശർഈയായ നിയമമായി പഠിപ്പിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആവർത്തിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വയുസ്തഹബ്ബു ലനാ അയ്ളൻ ഇൽഹാറു ശുക്രി ബിമൗലിദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഇജ്തിമാഇ വഇത്ആമി ത്വആമി വനഹ്വി ദാലിക മിൻ വുജൂഹിൽ ഖുർബാ. ഇമാം സുയൂത്തി തങ്ങളുടെ ഹാവിയിൽ എഴുതി വെക്കുന്നു, റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ, അത് റബീഉൽ അവ്വൽ 12 ആണെന്ന് സംശയമില്ലല്ലോ, ആ 12ൽ നന്ദി രേഖപ്പെടുത്തൽ നമുക്ക് സുന്നത്താണ്. എങ്ങനെയാണ് നന്ദി രേഖപ്പെടുത്തേണ്ടത്? എല്ലാവരും ഒരുമിച്ച് കൂടുക, എന്നിട്ട് റസൂലുള്ളാഹിന്റെ ശ്രേഷ്ഠത പറയുക, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക, ഉസ്താദുമാരെ ഒക്കെ വിളിക്കുക, മൗലൂദ് ഓദിക്കുക, എന്നിട്ട് നല്ല കവർ വാങ്ങിയിട്ട് കാശ് കൊടുക്കുക, പാരിതോഷികം കൊടുക്കുക. അത് കിതാബിലുണ്ടോ? അത് ഇതിലില്ല, വേറെ കിതാബിലുണ്ട്. ഉസ്താദുമാർക്ക് കാശ് കൊടുക്കണമെന്ന് ഹാവി ഫത്താവയിലില്ല, അത് തെറ്റിദ്ധരിക്കേണ്ട, വേറെ കിതാബിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് മദീനത്തെ പള്ളിയിൽ വെച്ച് കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു ഓതിയിട്ടുണ്ട്. അത് കേട്ടപ്പോൾ നബി തങ്ങൾ പാരിതോഷികം കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ കയ്യിൽ റിയാൽ ഇല്ലാത്തതിന്റെ പേരിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഷാള് മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു സമ്മാനിച്ചു എന്നും അതിനോട് തുടർന്നുകൊണ്ട് മൗലിദ് ഓതിയവർക്ക് പാരിതോഷികം കൊടുക്കാമെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെളിവില്ലാത്ത ഒരു വർത്താനമില്ല, ഉസ്താദന്മാർക്ക് പൈസ കൊടുക്കണം എന്നുള്ളതിനും തെളിവാപ്പ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതാൻ വേണ്ടി അല്ലെങ്കിൽ പ്രസംഗം നടത്താൻ വേണ്ടി സ്റ്റേജ് കെട്ടാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ആയിഷത്തു തുഹറ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഫത്ഹുൽ ബാരി ഇബ്നു ഹജർ അസ്കലാനി എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഖാലത്തു ആയിഷത്തു റളിയല്ലാഹു അൻഹ യവഖു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ചു കൊടുത്തു. മിംബറൻ ഫിൽ മസ്ജിദി, അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ പള്ളിയിൽ ഒരു സ്റ്റേജ് നിർമ്മിച്ചു കൊടുത്തു. യഖൂമു അലൈഹി ദായിമൻ യുഫാഖറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ഉണ്ടാക്കി കൊടുത്ത സ്റ്റേജിന്റെ മുകളിൽ കയറും. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മദ്ഹ് പറയും. ശബീഹുക ബദറുൽ ലൈലി ബൽ അൻത അൻവറു വവജ്ഹുക മിമ്മാഇൽ മലഅതി അസ്ഹറു ഫയാ സീനത്തദ് ദുനിയാ വയാ ഗായത്തൽ മുനാ ഫമൻ ദല്ലദി അൻ ഹുസ്നി വജ്ഹിക യുബ്സിറു വസുലുസുക കാഫൂറുൻ വറുബുക അംബറു വഖുമുസുക യാഖൂതുൻ വബാഖീക ജൗഹറു فأوله شمس وثانيه كوكب وثالثه بدر منير مدور إمامي كتاب الله والبيت قبلتي وديني من الأديان أعلى وأفضل شفيعي رسول الله والله غافري ولا رب إلا الله والله أكبر. അതിന്റെ അർത്ഥം വെക്കാൻ എനിക്ക് സമയമില്ല. മഹാനായ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ഉണ്ടാക്കി കൊടുത്ത സ്റ്റേജിൽ കയറി നിന്നിട്ട് മദ്ഹ് കീർത്തനങ്ങൾ പറയുമ്പോൾ താഴെ നിങ്ങൾ ഇരുന്നത് പോലെ നബി തങ്ങൾ ഇരുന്ന് കേട്ടു എന്ന് ആയിഷ ബീബി പറയുന്നു. പ്രസംഗം കേൾക്കാതെ പോകുന്നവരെ നബി തങ്ങൾ കൈകൊണ്ട് മാടി പിടിച്ചു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. സിദ്ദീഖ് തങ്ങൾ സദസ്സിലുണ്ട്, ഉമർ ബിൻ ഖത്താബ് സദസ്സിലുണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ സദസ്സിലുണ്ട്, അലി ബിൻ അബി താലിബ് സദസ്സിലുണ്ട്, അബൂ ഹുറൈറ സദസ്സിലുണ്ട്, ഇബ്നു അബ്ബാസ് സദസ്സിലുണ്ട്. ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത വിധം മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ സംഭവം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബിയുടെ മദ്ഹ് പറയാൻ, നബിയെ പറ്റി പ്രസംഗിക്കാൻ വേണ്ടി ഏതെങ്കിലും പ്രവർത്തകരല്ല സ്റ്റേജ് കെട്ടിയത്. നബി തങ്ങളുടെ സ്വന്തം ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് സ്റ്റേജ് കെട്ടിക്കൊടുത്തിട്ട് ഹസ്സാൻ ബിൻ സാബിത്ത് പ്രസംഗികനായി വന്നിട്ട് അതിന്റെ മുകളിൽ കയറി സംസാരിക്കുന്നു. നബിയും സഹാബത്തും കേട്ട് കൺകുളിർമയാകുന്നു. തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല, അനിസ്ലാമികമെന്ന് പറഞ്ഞിട്ടില്ല, ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല, രേഖയില്ലാത്ത ബിദ്അത്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി ചോദിക്കും, എന്നാ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നബിദിനാകുമ്പോൾ ചോറ് വെക്കുന്നുണ്ടല്ലോ ഉസ്താദേ, അല്ലെങ്കിൽ പോത്തിനെ ഇറക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ആടിനെ ഇറക്കുന്നുണ്ടല്ലോ എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം. അതിനും തെളിവുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. മഹാനായ പണ്ഡിതൻ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ എടുത്തുദ്ധരിക്കുന്ന സംഭവം കാണാം. എന്താണ്? ബാബു തദ്രീജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖദീജ വഫദ്ലിഹാ. ഖദീജ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ച അധ്യായം എന്ന് പറഞ്ഞിട്ടൊരു ബാബ് തന്നെ സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഖദീജ ബീവിയുടെ ശ്രേഷ്ഠത പറയുന്ന വിശദീകരണം പറയുന്ന ബാബാണ് ഇത്. ഖാലത്തു ആയിഷത്തു റളിയല്ലാഹു അൻഹാ, നബിയുടെ ഭാര്യ ആയിഷ ബീവി പറയുന്നു, മാ ഇർതു അലാ അലംറാത്തിൻ അമാ ഇർതു അലാ ഖദീജ. നബി തങ്ങളുടെ ഭാര്യമാര് ധാരാളമുണ്ടല്ലോ, അതിൽ നിന്ന് ഖദീജ ബീവിയോടുള്ള അത്ര വിഷമം, പ്രയാസം, വെറുപ്പ് എനിക്ക് മറ്റ് ഭാര്യമാരോടില്ല. എന്താണ്? മിൻ കസറത്തി ദിക്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ എപ്പോഴും ഖദീജ ബീവിന്റെ വാല് ഇങ്ങനെ പറയും. ഖദീജ ബീവിന്റെ വാല് തന്നെ എപ്പോ നോക്കിയാലും നബിയുടെ കേസറ്റ് ഖദീജന്റെ വിഷയമാണ്. നബിയുടെ പ്രസംഗം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയമാണ്. എപ്പോ നോക്കിയാലും ഖദീജ ബീവിയെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ
കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ദിക്റഹാ, എപ്പോഴും ഖദീജ ബീവിയെ പറ്റി ഇങ്ങനെ പ്രശംസിക്കും. വറുബ്ബമാ, ചിലപ്പോൾ നബി തങ്ങൾ ദബഹശാത്ത, ചിലപ്പോൾ വയൽ പറഞ്ഞതിന്റെ പുറമെ ആട്ടിനാർക്കും ചെയ്യും. ആട്ടിനാർക്കൽ മാത്രമല്ല, സുമ്മ യുഖത്തിയുഹാ അലാൻ, ആ ആടിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോല് പൊളിക്കുന്നു, നബി തങ്ങൾ പീസാക്കുന്നു, കഷ്ണം കഷ്ണമാക്കുന്നു. സുമ്മ യബ്അസുഹാ ഫീ സ്വദാഇകി ഖദീജ, ഖദീജ ബീവിയുടെ കുടുംബത്തിലേക്കും കൂട്ടുകാരത്തിയിലേക്കും നബി തങ്ങൾ ഇറച്ചി കിറ്റിലിട്ട് കൊടുത്തേക്കുന്നു. നമ്മൾ ആ കൂട്ടത്തിൽ അല്പം ചോറും കൂടിയല്ലേ കൊടുക്കുന്നുള്ളൂ, ഇറച്ചി ആട് കൊടുക്കാമെന്നായല്ലോ. അതുകൊണ്ട് ആടിനറുത്ത് കൊടുക്കുന്നത് നബി തങ്ങൾ കാണിച്ചു തന്ന പരിപാടിയാണ്. അത് മരണപ്പെട്ടു പോയ ഖദീജ ബീവിക്ക് വേണ്ടിയാണ്. മരണപ്പെട്ടു പോയ ഖദീജ ബീവിയുടെ വയൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആയിഷ ബീവി പറയുന്നു, വറുബ്ബമാ ഖുൽതു ലഹു, ചിലപ്പോൾ ഞാൻ നബിയോട് ചോദിക്കും, കാന്നഹു ലം യകുൻ ഫിദ്ദുനിയ ഇംറാത്തുൻ ഇല്ലാ ഖദീജ, നബിയെ നിങ്ങൾക്ക് ദുനിയാവിൽ ഖദീജ അല്ലാത്ത വേറെ പെണ്ണൊന്നുമില്ലേ? ഞാൻ നിങ്ങളുടെ ഒരു ഭാര്യയല്ലേ? എന്നെ പറ്റി നിങ്ങൾ പ്രശംസിക്കുന്നില്ലല്ലോ. എപ്പോ നോക്കിയാലും നിങ്ങൾ ഖദീജയെ പറ്റി പ്രശംസിക്കുന്നത് മറ്റു ഭാര്യമാരില്ലാത്തത് കൊണ്ടാണോ എന്ന് ഖദീജ ബീവി ചോദിക്കുമ്പോൾ നബി പറയും, ഇന്നഹാ കാനത് ഐ ഇന്നഹാ കാനത് തഖിയതൻ വസ്വാബിറതൻ, അവൾ ഭക്തിയുള്ള പെണ്ണാണ്, ക്ഷമയുള്ള പെണ്ണാണ്, ദിശനയുള്ള പെണ്ണാണ്, ബുദ്ധിയുള്ള പെണ്ണാണ്. വകാന ലീ മിൻഹാ വലദുൻ, അവളിൽ നിന്ന് എനിക്ക് ഫാത്തിമ എന്ന് പേരുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവിയോട് പറഞ്ഞതായി സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അതുകൊണ്ട് മരണപ്പെട്ടു പോയവരുടെ വയല് പറയലും പ്രസംഗം നടത്തലും അവർക്ക് വേണ്ടി മാംസം വിതരണം ചെയ്യലും ആ കൂട്ടത്തിന് ഭക്ഷണം കൊടുക്കലും അത് ഇസ്ലാമിൽ തെളിവുള്ളതാണ്. അത് തള്ളപ്പെടേണ്ടതല്ലെന്ന് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തുന്നു. ഇനി ഒന്നുകൂടെ പറയട്ടെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുചരന്മാരാകുന്ന സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടേക്ക് കയറി ഇങ്ങനെ വരികയാണ്. നബി തങ്ങൾ പള്ളിയിലേക്ക് കയറി ഇങ്ങനെ വരുമ്പോൾ ജലസ നാസും മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാരിൽ നിന്ന് ഒരു വിഭാഗം മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ്. അങ്ങനെ അവർ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു? യതദാക്കറൂന, അവർ മുൻകഴിഞ്ഞു പോയ ആളുകളെ പ്രശംസിക്കുകയാണ്, മരണപ്പെട്ടു പോയ ആളുകളെ പ്രശംസിക്കുകയാണ്. ഖാലബഅലുഹും, ചില ആൾ പറയുന്നത്, ഇന്നല്ലാഹ ഇത്തഖറ ഇബ്രാഹീമ ഖലീലാ, അല്ലാഹു തആല മഹാനായ ഇബ്രാഹിം നബിയെ ചങ്ങാതിയാക്കിയിരിക്കുന്നു. വഖാല ആഖറു, വേറെ ഒരാൾ പറഞ്ഞു, മൂസാ കല്ലമഹുല്ലാഹു തക്ലീമാ, മൂസാ നബിയോട് അല്ലാഹു സംസാരിച്ചു എന്ന് മറ്റൊരാളുടെ വഴി. വഖാല ആഖറു, വേറെ ഒരാൾ പ്രഭാഷണം നടത്തുന്നത്, ഫഈസാ കലിമത്തുല്ലാഹി വറൂഹ്, ഈസാ നബി അല്ലാഹുവിന്റെ കലിമത്തും റൂഹുമാണെന്ന് പറയുന്നു. വഖാല ആഖർ, വേറെ ഒരാളുടെ പ്രസംഗം, ആദം മുസ്തഫാഉല്ലാഹ്, ആദം നബിയെ അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മദ്ഹ് മദീനത്തെ പള്ളിയിൽ വെച്ച് സഹാബത്ത് നിർവഹിക്കുമ്പോൾ ഫഖറജ അലൈഹിം റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുന്നു. എന്നിട്ട് ഖാല, നബി തങ്ങൾ പറയുന്നു, ഖദ് സമിഅതു കലാമകും അജ്ബകും, നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങൾ ആശ്ചര്യപ്പെടുന്നതും ഞാൻ കേട്ടു. എന്താണ് നിങ്ങൾ പറയുന്നത്? ഇന്ന ഇബ്രാഹീമ ഖലീലുള്ളാഹ്,
ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ ഖലീലാണ്. വഹുവ കദാലിക, സംശയമില്ല അങ്ങനെ തന്നെയാണ്. വമൂസാ നജ്ജല്ലാഹ്, മൂസാ നബിയെ അല്ലാഹു ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. വഹുവ കദാലിക, അങ്ങനെ തന്നെയാണ്, സംശയമില്ല. വഈസാ റൂഹു വകലിമതുഹു, ഈസാ നബി അല്ലാഹുവിന്റെ റൂഹാണെന്നും കലിമത്താണെന്നും നിങ്ങൾ പറയുന്നു. വഹുവ കദാലിക, അത് അങ്ങനെ തന്നെയാണ്, സംശയമില്ല. വആദം മുസ്തഫാഹുല്ലാഹ്, ആദം നബി അല്ലാഹു തെരഞ്ഞെടുത്ത ആളാണെന്ന് നിങ്ങൾ പ്രസംഗിക്കുന്നു. വഹുവ കദാലിക, അത് അങ്ങനെ തന്നെയാണ്. മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരെ പറ്റിയും മധു പറഞ്ഞു, നബി തങ്ങൾ അംഗീകരിച്ചു. എന്നിട്ട് അലാ, സഹാബത്തിനോട് നബി തങ്ങൾ പറയുന്നു, വഅന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. വലാ ഫഖ്റ, ഞാൻ വെറുതെ ഇല്ലാത്തത് പറയുകയല്ല. വഅന ഹാമിൽ ലിവാഇൽ ഹംദി യൗമൽ ഖിയാമ, പാരത്രിക ലോകത്ത് കീർത്തന പതാക പിടിക്കുന്ന ആളാണ്. തഖു ആദമു വമൻ ദൂനഹു വലാ ഫഖ്റ, ആ കൊടിയുടെ താഴെയാണ് ആദം നബിയും മറ്റു പ്രവാചകന്മാരും. വഅന അവ്വലു ശാഫിഈൻ, ആദ്യമായി സമൂഹത്തിന് വേണ്ടി ശുപാർശ ചെയ്യുന്നവൻ ഞാനാണ്. വഅവ്വലു മുശഫ്ഫഈൻ യൗമൽ ഖിയാമ, ശുപാർശ ആദ്യമായി അല്ലാഹു സ്വീകരിക്കുന്നതും എന്റെയാണ്. വഅന അവ്വലു മൻ യുഹദ്ദിഖു ഖൽഖൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിൽക്കൽ ആദ്യമായി മുട്ടുന്നത് ഞാനാണ്. വമഈ ഫുഖറാഉൽ മുഅ്മിനീൻ, പാവപ്പെട്ട എല്ലാ വിശ്വാസികളും എന്റെ കൂടെയുണ്ടാകും. വഅന അക്റമുൽ അവ്വലീന വൽ ആഖിരീൻ, ഞാൻ ആദ്യവും അവസാനവും വന്ന എല്ലാവരിലും ഉത്തമനും ഉദാത്തമായവനുമാണെന്ന് നബി തങ്ങൾ സഹാബത്തിന് സ്വന്തം മധുവും അങ്ങ് പറഞ്ഞു. സ്വന്തം പ്രസംഗം നബി തങ്ങൾ നടത്തുന്നു റസൂലുള്ളാഹിനെ പറ്റി. എന്നെ പറ്റി ഞാൻ സ്വന്തം പറയുമ്പോ നിങ്ങൾ പറയുക വട്ടാണ്, കുതിരവട്ട തടിമിറ്റാക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ സ്വന്തം മധു പറയുന്നു, സ്വഹാബത്തിന് വിശദീകരിക്കുന്നു. ഞാനിത് ഇല്ലാത്തത് പറയുകയല്ല, സത്യം അങ്ങനെയാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. അപ്പൊ മുൻകഴിഞ്ഞു പോയ ആളുടെ മധു പറയലും അതല്ലേ നബിദിന ആഘോഷവും മൗലിദ് കഴിക്കലും എന്നൊക്കെ പറഞ്ഞാൽ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ മധു പറയലാണല്ലോ. അതിലാർക്കും സംശയം ഇല്ലല്ലോ. പിന്നെ നമുക്കൊരു സംശയമുള്ളത് എന്താണ്? ഇമാം സുയൂത്തിയും അല്ലെങ്കിൽ ഹാവിയിലും ഒക്കെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. എന്താണ്? ഹിജറ 300 ശേഷം വന്നതാ, മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജറ 300 ശേഷം വന്നതാ. അതിന് നമ്മൾക്കാർക്കും എതിർപ്പില്ല. ഹിജ്റ 300 ശേഷം വന്ന മൗലിദ് ഏതാണ്? മലിക്കുൽ മുളഫർ എന്ന് പറഞ്ഞ വലിയ പണ്ഡിതനും സൂഫിയാണ്. അദ്ദേഹം വലിയ 10,000 കണക്കിന് ആളുകളെ വിളിച്ചിട്ടാണ് മൗലിദ് കഴിച്ചിട്ടുള്ളത്. മലിക്കുൽ മുളഫർ ധീരനായ ഒരു രചന, ഇർബൽ വലിച്ചവരാണ് വൻധർമ്മിഷ്ഠന. മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമ മാസം റബീഉൽ അവ്വലെന്താഘോഷമാ. മൗലിദ് കഴിക്കുന്ന അന്ന് 6,000 പൊരിക്കുന്നതാണ് കോഴിയും 10,000, കൂടാതെ 1,30,000 പാത്രങ്ങളിൽ അലുവായുമുണ്ടോരോ തരം. ഇതാണ് സത്യം. ഇങ്ങനെ 10,000 കണക്കിന് ആളുകളെ വിളിച്ചിട്ട് 5,000 ആടിനെയും 10,000 കോഴിയെയും 1,30,000 തളുവയിൽ ബേക്കറി സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള വിശാലമായ മൗലിദിന്റെ സദസ്സ് ഹിജറ 300 ശേഷം വന്നതാണ്. അതിന്റെ മുമ്പ് ചെറിയ ചെറിയ 10 ആള് കൂടിയിട്ടും 5 ആള് കൂടിയിട്ടും 25 ആള് കൂടിയിട്ടുള്ള മൗലിദിന്റെ സദസ്സേ ഉള്ളൂ. യാതൊരു സംശയവും അതിൽ ഇല്ല. അപ്പൊ ഹിജറ 300 ശേഷം വന്ന മൗലിദ് എങ്ങനെ? ഇതുപോലെ. എത്ര ആടാർക്കുക? 5,000 ആട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ 5,000 ആട്. അജ്ജിന് തന്നെ എത്ര ആർക്കെന്ന് വിളിച്ചു? 10,000 കോഴി, 1,30,000 തടുവ, അതിൽ ഫുള്ള് ബേക്കറി ഐറ്റംസ്,
3 ലക്ഷം പൊന്ന് ദിർഹമാണ് ഒരു വർഷത്തെ മൗലൂദിന് വേണ്ടി മലിക്കുൽ മുദഫർ ചെലവഴിക്കുക. അത്രയും വിശാലമായ മൗലിദ് ഹിജ്റ 300-ന് ശേഷം വന്നതാണ് പറഞ്ഞത്. അല്ലാണ്ട് അതിന് മുമ്പ് മൗലിദില്ലാന്നല്ല. ഇങ്ങനെ വെറുതെ സത്യം മൂടി വെച്ചിട്ട് അസത്യങ്ങൾ പ്രചരിപ്പിച്ച് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ പിഴവിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന പുത്തനാശയക്കാരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഒന്നുകൂടെ പറയാൻ നിർത്താൻ, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേർ ഹസദും നീങ്ങുവാനുതകുന്നതാ. ഈ മജ്‌ലിസിലുള്ള എല്ലാരോടും ഒരു അപേക്ഷ എന്താണ്? എല്ലാവരുടെ ഫ്ലാറ്റിൽ വെച്ചും വീട്ടിൽ വെച്ചും മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിക്കണം. നിങ്ങൾ കേട്ടില്ലേ? 10 ആളാണെങ്കിൽ 10 ആള്, 20 ആളാണെങ്കിൽ 20 ആള്, 30 ആളാണെങ്കിൽ 30 ആള്. എത്ര നിങ്ങൾക്ക് കഴിയാ? ഞാൻ നിർത്താം. ഒരൊറ്റ ഹദീസ് ഞാൻ വായിക്കാം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ഒരു ചെറിയ സംഭവം, അതും കൂടി പറഞ്ഞിതാ നിർത്താൻ പോകുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് നമ്മുടെ വീട്ടിൽ വെച്ച് കഴിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിൽ വെച്ച് കഴിച്ചു. എന്നാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അതൊരു ചോദ്യമാണല്ലോ. എന്താ കിട്ടാൻ പോകുക? ഞാനിപ്പോ എന്റെ വീട്ടിൽ ഒരു 10,000 റുപ്യന്റെ മൗലിദ് ഇന്നലെ കഴിച്ചിട്ടേ ഉള്ളൂ. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ചെറിയ ഓരോരുത്തർക്ക് ആകുമ്പോൾ അത്രല്ലേ നമ്മൾ മിസ്കീനല്ലേ, കാണുമ്പോൾ നിങ്ങൾക്ക് രീതിയില്ല മിസ്കീനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു ഖാല ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് മാമിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ കുരിയ ഫീഹി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു വീടിലോ മഹല്ലിലോ ഫ്ലാറ്റിലോ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്താൽ ഇല്ലാ ഹഫത്തിൽ മലായികത്തു ബി അഹ്ലി ദാലികൽ മകാൻ, ആ സ്ഥലത്ത് മൗലൂദ് കഴിക്കുന്ന വീട്ടിൽ ഫ്ലാറ്റിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റായീൽ അലൈഹിസ്സലാം വഇന്നഹും യുസല്ലൂന അലാ മൻ കാന കസബബൻ ലിഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൗലിദ് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത വീട്ടുകാരന് വേണ്ടി ജിബ്രീലിന്റെ പ്രാർത്ഥന, മീകായിലിന്റെ പ്രാർത്ഥന, ഇസ്രാഫീലിന്റെ പ്രാർത്ഥന. ഇത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അല്ലേ രേഖപ്പെടുത്തുന്നത്? ഞാൻ ഏതെങ്കിലും പുസ്തകം നോക്കിയിട്ടല്ലല്ലോ വായിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അമാമിൻ മുസ്ലിമിൻ കുരിഅ ഫീ ബൈതിഹി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഏതെങ്കിലും വീട്ടിൽ വെച്ച് ഓതിയാൽ ഇല്ലാ റഫഅല്ലാഹു തആല അൽ ഖഹ്ത, അല്ലാഹു തആല ദാരിദ്ര്യത്തെ ഉയർത്തി കളയും, വൽ വബാഅ വൽ ഹരിക വൽ ആഫാത വൽ ബലിയാത വൽ നകബാത വൽ ബുഅദ വൽ ഹസദ വഅയ്ന സൂഇ വൽ ലുസൂസ്. അതാണ് നേരത്തെ തആവയിലെ പാട്ട് പറഞ്ഞതും, കള്ളന്റെ ശല്യം നീങ്ങുവാൻ ഉതകുന്നതാ. ഇത് കിതാബിലുള്ളതാണ്. ഇത് അറബി, നേരത്തെ പറഞ്ഞത് മലയാളം. ഇത് അറബി മലയാളത്തിലേക്ക് വ്യാഖ്യാനിച്ചതാണ്. അത് ഇതൊക്കെ കിതാബിലുള്ളതാണ്. അപ്പൊ കള്ളന്റെ ശല്യം നീങ്ങാൻ വീഡിയോ വെച്ച് മൗലൂദ് ഓതിക്കോളി നടക്കടുത്ത് കള്ളം കയറൂല, ഈ മറ്റേ ചങ്ങായിമാര് കറപ്പന്മാരെ കയറൂല. ഫ്ലാറ്റിൽ വെച്ച് മൗലൂദ് കഴിച്ചോളി, എന്നാലേ എന്താവൂല, നിങ്ങളെ റൂമിലെ നിങ്ങൾ ഇല്ലാത്ത സമയത്ത് കയറിയിട്ട് മാറ്റി പോകൂല. അതുപോലെ നിങ്ങൾ സ്വന്തം ഇങ്ങനെ മൗലൂദ് ഓതിക്കോളി ഇടക്കിടക്ക് പോക്കറ്റടി ഉണ്ടാവൂല. അതുകൊണ്ട് എല്ലാ ദാരിദ്ര്യവും എല്ലാ പ്രയാസവും വൽ ഹരിക, വീട് കരിഞ്ഞു പോകൂല. അതുപോലെ തന്നെ ഹസദ് ഉണ്ടാവൂല, സിഹിർ ഉണ്ടാവൂല. ഇതൊക്കെ നശിച്ചു പോകും. എന്തുകൊണ്ട്? മൗലിദ് നമ്മളെ പൊരയിലാണ്ട് കഴിച്ചാൽ അതിന്റെ പുറമെ ഫൈദ മാത്ത, മൗലിദ് കഴിച്ചാൽ മരിച്ചാൽ ഹവ്വനല്ലാഹു അലൈഹി ജവാബ മുൻകരിൻ വനകീരിൻ അലൈഹിസ്സലാം, നമ്മുടെ ഖബറിൽ വെച്ച് മലക്കാകുന്ന മുൻകർ നകീർ അലൈഹിസ്സലാം വരുമ്പോൾ മൻ റബ്ബുക എന്ന ചോദ്യം വരുമ്പോൾ നല്ല സ്പഷ്ടമായി പതറാതെ മറുപടി പറയാൻ ഈ മൗലിദ് കാരണമാണ് എന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ ഹാവിയിൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയുന്നില്ല, സമയം വല്ലാതെ വൈകിയിട്ടുണ്ട്. ഞാൻ നിങ്ങളൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ ഇതിന്റെ മുമ്പ് 1 മണിക്കൂർ പ്രസംഗിച്ചിട്ടാണ് വരുന്നത്, പിന്നെ ICF വെച്ച്. അതുകൊണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ ക്ഷീണിക്കാന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഒരു 2 മിനിറ്റ് നിൽക്കുക, അതോടുകൂടി എന്റെ പ്രസംഗം തീരും. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം വല്ലാതെ സ്നേഹിക്കുകയും വല്ലാതെ ആദരിക്കുകയും അവിടുത്തെ മദ്ഹ് കീർത്തനങ്ങൾ